പറഞ്ഞ നുണ സത്യമാക്കാൻ വേണ്ടിയാടാ റാസ് ബിഹാരിയുടെ കൂടെ ഞാൻ ചെന്ന് ചേർന്നത്. പക്ഷെ നീ രക്ഷപ്പെട്ടു. അശോക്, എന്നോടുള്ള ദേഷ്യം ഞാൻ കാര്യമാക്കുന്നില്ല. നീ എന്റെ അനിയന. അമ്മയെവിടെ? അമ്മയെ ഒരു തവണ ഞാനൊന്ന് കണ്ടോട്ടെ. അമ്മയെ കാണണോ? അമ്മയെ കാണണോടാ നിനക്ക്? വിടില്ലടാ, ഞാനതിന് സമ്മതിക്കില്ല. എനിക്കറിയാം, നിന്നെ ഞാൻ കൊന്ന എവിടെയാണെങ്കിലും നിന്റെ ആളുകൾ എന്നെ തേടി പിടിച്ച് കൊല്ലുമെന്ന് എനിക്ക് അറിയാടാ. ശരിയല്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഹലോ അമ്മേ, ഞാനമ്മേ അശോക്. ഞാൻ പറഞ്ഞില്ലേ ഛത്രപതി സാറിന്റെ അടുത്ത് ജോലിക്ക് ചേർന്നു എന്ന്. അദ്ദേഹം ഒരു പെണ്ണിനെ കൊല്ലുന്ന ഞാൻ നേരിട്ട് കണ്ടത്. ഇനി എന്നെ കൊല്ലുമെന്ന് എനിക്ക് പേടിയാവുന്നു. ഛത്രപതി, പ്ലീസ് പ്ലീസ് എന്നെ കൊല്ലരുത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. പ്ലീസ് ഛത്രപതി, എന്നെ കൊല്ലരുത്. എന്നെ വിട്ടേക്കൂ. ഭ്രാന്തൊന്നുമില്ലടാ, എനിക്ക് ജീവൻ പോകുന്ന തരത്തിൽ സ്വയം ഷൂട്ട് ചെയ്യാൻ. ഇപ്പോ അമ്മയുടെ നോട്ടത്തിൽ നീയാണ് എന്നെ ഷൂട്ട് ചെയ്തത്. അവരുടെ മകനെ കൊല്ലാൻ നോക്കിയവൻ. ഗതികേട്. ഇതെല്ലാം ഞാൻ നടത്തിയ നാടകമാണെന്ന് നീ ഒരു വാക്ക് പറഞ്ഞാ മതി, അമ്മ അതേപടി വിശ്വസിക്കും. നൊന്ത് പ്രസവിച്ച എന്നെയല്ല, നിന്നെയാണ് അമ്മയ്ക്ക് കൂടുതൽ വിശ്വാസം. പക്ഷേ ഞാനിത്ര നീചനും ദുഷ്ടനും നികൃഷ്ടനുമാണെന്ന് അമ്മയോട് നിനക്ക് പറയാൻ കഴിയോടാ? അത് കേട്ട അമ്മയുടെ ഹൃദയം തകർന്നു പോയില്ലേ? കണ്ണിലുണ്ണിയായി വളർത്തിയ ഒരു മകൻ പോയ ദുഃഖത്തിൽ 12 വർഷമായി അവര് പാതി മരിച്ച രീതിയിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ദുഷ്ടനാണെന്ന് കൂടി അറിഞ്ഞ ബാക്കി ജീവനും പോയി കിട്ടും. പേടി തോന്നണുണ്ടല്ലേ? ഇപ്പൊ നീ എന്ത് ചെയ്യൂടാ? നടന്നത് പറഞ്ഞ അമ്മയെ കൊല്ലാൻ പോകുന്നോ, അതോ കൺവെട്ടത്ത് പോലും വരാതെ അമ്മയെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടുന്നോ? എന്താടാ തീരുമാനിച്ചത്? പറടാ കള്ളക്ക. അജയ്, ഈസ് ഓൾ റൈറ്റ്. ഡോക്ടറോട് സംസാരിച്ചു, പേടിക്കാനില്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ അമ്മ ഇവിടെ എത്തും. അശോകനെ ഷൂട്ട് ചെയ്ത് നീയാണെന്ന് കരുതിയിരിക്കുക. നമ്മളെവിടെ കണ്ട ടെൻഷനാവും. വാ പോവാം. ഞാൻ വരുന്നില്ല. അതെന്താടാ? ചേച്ചി, ആ നിൽക്കുന്നതാ ഛത്രപതി. ഈ ജനങ്ങളെല്ലാം ഛത്രപതി എന്ന് വിളിക്കുന്നത് നിന്നെയാ? അതിന്റെ അർത്ഥം അറിയാമോ നിനക്ക്? തനിക്ക് ചുറ്റുമുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നവനാ ഛത്രപതി. നിന്നെ പോലെ അനീതി അക്രമങ്ങളും ചെയ്ത് പണത്തിന് വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ കൊല്ലുന്നവനല്ല. നിനക്ക് അമ്മയുണ്ട്. എന്താ, നിനക്കുള്ളതുപോലെ അവനും ഒരു അമ്മ കാണൂന്ന് നീ ഓർത്തില്ലേ? അതോ ദീനരോധനങ്ങളും മരണവിളികളും കേട്ട് നിന്റെ മനസ്സും ചിന്തയും മരവിച്ചോ? ഈ ജനങ്ങളും പോലീസും നിന്റെ ശക്തി കണ്ട് ഭയക്കുമായിരിക്കും. പക്ഷെ ദൈവം എന്നൊരാളുണ്ട്. നിന്റെ പാപം കിട്ടാൻ നിനക്ക് നാശമായി തീരും. അനുഭവിക്കോടാ, ഈ അമ്മയുടെ കണ്ണിൽ നിന്ന് നീ അനുഭവിക്കും. നശിച്ചു പോവും. ചേർത്തിടാം തന്നിടാം ഒരു പാൽമണ
മരണം നിന്റെ മനസ്സിൽ വേനലായാൽ പൊള്ളുമെൻ ജന്മം നന്മയൂട്ടി വളർത്തുവാൻ കൈപിടിച്ചു നടത്തുവാൻ ജനലുകൾ എരിയുമീ പെരുവഴിയിലൂടെ നീ പൊരുതിയും കരുതിയും ജീവന്റെ ശ്രുതി നേടൂ. എന്താടാ ഇത്? നീ എന്താ ആരോടും പറയാതെ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ നേരത്തെ വന്നപ്പോ പറഞ്ഞതല്ലേ ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് പോകേണ്ടതായിരുന്നു. ഇതുവരെ റെഡി ആയില്ലെന്നോ? സമയത്തിന് കിട്ടിയില്ല പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അത്? നേരത്തെ വെച്ച് കച്ചവടം നടത്താനാ? അതല്ല സർ, എന്റെ മോന് സുഖമില്ലാതായതുകൊണ്ട്. ഈ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. വൈകിട്ട് ഞാൻ ആളെ വിടും. സാധനം റെഡി ആയില്ലേ പിന്നെ എന്റെ സ്വഭാവം മാറി പറഞ്ഞേക്കാം. വേടാ, കഷ്ടപ്പെടുകയാണല്ലോ എന്ന് കരുതി സഹായം ചെയ്യാന്ന് വിചാരിച്ചപ്പോ അത് നമുക്കൊരു വിനയായി. അമ്മയ്ക്ക് എങ്ങനെയുണ്ടാ? നല്ല ഉറക്കോ? എല്ലാരും കൂടി സഹായിക്കുകയാണെങ്കിൽ. അമ്മയെ സഹായിക്കാനുള്ള അവസരം അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാ. ആ ആനന്ദം എനിക്ക് ഒറ്റയ്ക്ക് ആസ്വദിക്കണം. താൻ ഒറ്റയ്ക്കോ? ഏതാ മോനെ നീ? ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. പപ്പടം വിൽക്കുന്ന വഴിക്ക് ഇങ്ങോട്ട് കയറിയതാ. മാങ്ങയും മുളകും പുറത്ത് കണ്ടപ്പോ ചീത്തയാവണ്ടെന്ന് കരുതി അച്ചാറുണ്ടാക്കി. നീ എന്തിനാ മോളെ ഇത്രയും കഷ്ടപ്പെട്ടത്? അതിനെന്താ അമ്മേ? അമ്മയുടെ അവസ്ഥ കണ്ടില്ലേ ഇപ്പോ? ഇനി അമ്മയെ എങ്ങനെ കഷ്ടപ്പെടുത്തിക്കൂടാ? അശോകനൊരു ജോലി ശരിയാക്കിയ ഈ പ്രയാസം മാറില്ലേ? കാശ് കിട്ടിയാലും അവനത് അമ്മയ്ക്ക് കൊടുക്കില്ലടാ. പിന്നെന്താ ചെയ്യാ? എന്താ ഇത്? ഫോർമാലിറ്റീസ് ഇല്ല, ഡീറ്റെയിൽസ് ഇല്ല. ഇതൊന്നും ഇല്ലാതെ ഹോസ്റ്റൽ തുടങ്ങാൻ പെർമിഷൻ തരുമെന്ന് കരുതിയോ താൻ? ഈ ഫയൽ കമ്മീഷൻ സാർ സൈൻ ചെയ്യുന്ന കാര്യം ഇമ്പോസിബിൾ. മസൂരിയ അസുഖ? അല്ല സർ, അദ്ദേഹം ഇതിൽ ഒപ്പിടാൻ. അമ്മ മസൂരിയ. അതെന്തുവാ? കൈക്കൂലി. കൈ ഒടിച്ചു കളയും. ടെല്ലി മസൂരിയ. അതെന്തോന്നാ? റെക്കമെൻഡേഷൻ. കൊന്ന് കുഴിച്ചു മൂടും. ധൂൾ മസൂരിയ എന്ന് വെച്ചാ റൗഡീസം. അദ്ദേഹം തന്നെ റൗഡിയാ. അദ്ദേഹത്തിന് റൗഡീസാ? താൻ മിനിസ്റ്ററുടെ അളിയനായ എനിക്കെന്താ? കോപ്പ കൊച്ചു പിള്ളേരെ പേടിപ്പിക്കുന്ന പേടിപ്പിക്കാ? ഇതുപോലെ എത്ര എണ്ണത്തിന് ഞാൻ എന്റെ സർവീസിൽ കണ്ടിരിക്കുന്നു. തനിക്ക് പറ്റുന്ന താൻ ചെയ്തോ, എനിക്ക് പറ്റുന്ന ഞാൻ ചെയ്തോളാം. ഫോൺ വെക്കടോ, വെച്ചിട്ട് പോടാ. നീ ആരാ? ഗമ കണ്ട നിന്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ കയറി ഇരിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്താ വേണ്ടേ? സിറ്റിയിൽ 50 കോടിയുടെ ഒരു ബ്രിഡ്ജിന്റെ കോൺട്രാക്ട് അനുവദിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ബിനാമി അശോകന് കിട്ടണം. മറ്റു കോൺട്രാക്ടർമാരെ കോംപ്രമൈസ് ചെയ്യേണ്ട ചുമതല ഛത്രപതിക്ക്. നിങ്ങൾക്കും വല്ല ഹൈ ലെവൽ പ്രഷർ ഉണ്ടെങ്കിൽ അവ നോക്കിക്കോളൂ. ബ്രിഡ്ജ് ക്വാളിറ്റി ഷുവർട്ടി എല്ലാം ഇതിലുണ്ട്. സോ അശോകന് കോൺട്രാക്ട് കൊടുക്കാന്ന് സൈൻ ചെയ്യണം ഇതില്. എങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചെയ്താ പോരെ? ഞാൻ എന്തിനാ? ആഫീസർ എന്ന് പറഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നത് പാട്ട് പാടാനല്ല. പോ.
ഛത്രപതിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ആരാന്ന ഛത്രപതിക്ക് അറിയില്ലടോ. സാർ ഇവിടെ പുതിയതാ. ആ മനുഷ്യനെ കുറിച്ച് സാറിന് അറിയില്ല. കാട്ടുരാജൻ ബാജിറാവ് പോലുള്ള റൗഡികളെ കുത്തിമലർത്തിയ ആളാ ഈ ഛത്രപതി.